ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് പതിനായിരക്കണക്കിന് വീടുകളിൽ നിന്ന് ഞങ്ങളുടെ കൂടെ ഖുർആൻ ഓതിയ, ദിക്ർ ചൊല്ലിയ, സ്വലാത്ത് ചൊല്ലിയ, ഹദ്ദാദ് ചൊല്ലിയ, അസ്മാഉൽ ഹുസ്ന ചൊല്ലിയ, പരിശുദ്ധമായ മൗലിദ് പാരായണം ചെയ്ത ഏതെല്ലാം മുത്തുമുമിനീങ്ങളുണ്ടോ, മുത്തുമുമിനാത്തുകളുണ്ടോ, അല്ലാഹുവേ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ, നീ ഖബൂൽ ചെയ്യണേ അല്ലാ, ഇജാബത്ത് നൽകണേ അല്ലാ, അവരെ മുറാദുകൾ നീ ഹാസുലാക്കണേ അല്ലാ, അവരിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ, അവരിൽ മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാ, അവരിൽ വീടില്ലാത്തവർക്ക് നീ വീട് കൊടുക്കണേ അല്ലാ, അവരിൽ വിവാഹപ്രായമായ ആണിനും പെണ്ണിനും ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ, അവരിലുള്ള രോഗികൾക്ക് നീ കാമിലായ ആജിലായ ശിഫായിനെ നീ കൊടുക്കണേ അല്ലാ, അവരുടെ കടങ്ങളെല്ലാം നീ വീട്ടി കൊടുക്കണേ അല്ലാ, പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ അവരെ എല്ലാവരെയും നീ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ അവരുടെ ഭർത്താക്കന്മാർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും ശിഫയും നീ കൊടുക്കണേ അല്ലാ, അവരുടെ ഭാര്യമാർക്കും നീ റാഹത്ത് നൽകണേ അല്ലാ, അവരുടെ മാതാപിതാക്കൾക്കും നീ റാഹത്ത് കൊടുക്കണേ അല്ലാ, മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറ് നീ സ്വർഗമാക്കണേ അല്ലാ. അല്ലാഹുവേ മരിക്കുന്ന സമയം അവർക്കെല്ലാവർക്കും ഈമാനോടുകൂടെ ഖൽബ് ലംഘി മരിക്കാനുള്ള തൗഫീഖ് റബ്ബായ നീ നൽകണേ അല്ലാ. മുത്തു റസൂലുള്ളാന്റെ മദദ് നൽകണേ അല്ലാ, മുത്തു റസൂലുള്ളാന്റെ പൊരുത്തം നൽകണേ അല്ലാ, അവരെ എല്ലാവരെയും നീ മദീനയിലെത്തിക്കണേ അല്ലാ. അല്ലാഹുവേ മരണം ഖൈറാകുന്ന സമയത്ത് അവരെയും ഞങ്ങളെയും മദീനയിൽ വെച്ച് നീ മരിപ്പിക്കണേ അല്ലാ. സ്വർഗത്തിൽ അവരെ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ റഹ്മാനേ, സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. മന്ത്യദൂതരെ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലാം സ്വഹബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ മഹബൂബിൻ തീരു പാദം ചുംബിച്ച മണ്ണിൽ വാണിരുന്നെങ്കിൽ ഞാൻ റൗളത്തുൽ ഫിർദൗസിലെ ചേറോ പ്രാണിയായിരുന്നെങ്കിൽ ഞാൻ മദീന മുനവ്വറയിൽ ജ്വലിക്കും ത്വാഹ റസൂലുള്ളാഹ് വഫാത്തിൻ സമയത്തും ഉമ്മത്തിനെ ഓർത്ത് വിതുമ്പിയൻ ത്വാഹ റസൂലുള്ളാഹ്. മദീന ഇഷ്ടം മദീന എൻ ഇഷ്കും മദീന, ഖൽബിൽ മദീന ഒന്ന് കാണാൻ മദീന. മദീന 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 മുനവ്വറയിൽ ജ്വലിക്കും ത്വാഹ റസൂലുള്ളാഹ് വഫാത്തിൻ സമയത്തും ഉമ്മത്തിനെ ഓർത്ത് വിതുമ്പിയൻ ത്വാഹ റസൂലുള്ളാഹ്. ആ മദീനയിലേക്കൊന്ന് ചെല്ലണം. ആ മദീനയിൽ ചെന്ന് ഹബീബായ തങ്ങളെ ഒന്ന് സിയാറത്ത് ചെയ്യണം. മൻസാറനി മുതഅമ്മിദൻ കാന മഈ ഫീ ജിവാരി യൗമൽ ഖിയാമ.
നല്ല മനസ്സോടെ, നല്ല കൽബോടെ, നല്ല ഹൃദയത്തോടെ ഒരാള് മദീനയിൽ ചെന്ന് ഹബീബായ തങ്ങളെ സിയാറത്ത് ചെയ്താൽ നാളെ മഹ്ശറാവൻ സഭയിലെത്തുമ്പോ അവരെൻ്റെ തണലിലാണ്, ജിവാറിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ തങ്ങളുടെ ഹളറത്തിലേക്ക് ചെല്ലുമ്പോ വഫാത്തായ മുത്തുനബിയുടെ മുന്നിലേക്ക് ചെല്ലുന്നു എന്ന് കരുതിയല്ല അവിടേക്ക് നമ്മൾ പോകേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂല് ജീവിച്ചിരിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂല് നമ്മളെ കാണുന്നുണ്ട്. ഭൗതികമായ ലോകത്ത് നിന്ന് മറഞ്ഞു നിന്നു എന്ന് മാത്രം. അള്ളാഹുവിൻ്റെ ഖളാ പ്രകാരം ആ ഖബറു ഷരീഫിൻ്റെ അകത്തളങ്ങളിൽ അവിടുന്ന് വിശ്രമിക്കുന്നു. ഒരു ചുമരിൻ്റെ അപ്പുറത്ത് എൻ്റെ റസൂലുള്ളയുണ്ട്. എൻ്റെ മുത്തു റസൂലുള്ളാന്റെ ശരീരത്തിനോ രോമത്തിനോ ഒരു പോറലുമേറ്റിട്ടില്ല. ബദറുൽ ധീര രക്തസാക്ഷികളായ ബദരീങ്ങളായ സ്വഹാബത്തിനെ കുറിച്ച് പോലും അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് അവര് മരണപ്പെട്ടവരല്ല. അങ്ങനെ ധരിക്കാനും പാടില്ല. അവർ അല്ലാഹുവിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. എന്നാൽ ആ സ്വഹാബത്തിന് ആ സ്ഥാനമാനങ്ങൾ കിട്ടിയത് അല്ലാഹുവിൻ്റെ റസൂല് മുഖേനയല്ലേ. എന്നാൽ എല്ലാ ബദരീങ്ങളുടെയും നേതാവായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു രോമത്തിന് പോലും ഒരു പോറൽ വന്നിട്ടില്ല. ഒരു ചുമരിൻ്റെ പുറത്ത് എൻ്റെ റസൂലുള്ളയുണ്ട്. മൻസാറനി ബഅദ വഫാതി ഫകഅന്നമാ സാറനി ഫീ ഹയാതി. വഫാത്തിൻ്റെ ശേഷം എന്നെ സിയാറത്ത് ചെയ്യേണ്ടത് ഞാൻ ജീവിച്ചിരിക്കുന്നത് പോലെയാണ്. അതെ, ഞാൻ ജീവിച്ചിരിക്കുന്നത് പോലെയാണ് എന്നെ സിയാറത്ത് ചെയ്യേണ്ടത്. അതുപോലെയാണ് എന്നെ ജീവിച്ചിരിക്കുന്നത് പോലെയാണ് വഫാത്തിൻ്റെ ശേഷം എന്നെ സിയാറത്ത് ചെയ്യുന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പോരാ, സയ്യിദുനാ റസൂലുള്ളാഹി. അന്തരീക്ഷത്തിൽ ആ നാമങ്ങൾ ഇങ്ങനെ മുഖരിതമാകട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നിമിഷവും വെറുതെയല്ല, ഒരു മിനിറ്റുകളും വെറുതെയാവൂല, ഒരു മണിക്കൂറുകളും വെറുതെയാവൂല, ഒരു രാത്രിയും വെറുതെയാവൂല. ഹബീബായ തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് മുഴുവനും ആഖിറത്തിലേക്കുള്ള ഉപകാരങ്ങളാണ്. തോരണങ്ങൾ കിട്ടിയ ചെറുപ്പക്കാരില്ലേ, ഭക്ഷണമുണ്ടാക്കാൻ വേണ്ടി ഓടി നടന്നവരില്ലേ, സുബ്ഹാനല്ലാഹ് അതിനു വേണ്ടി അധ്വാനിച്ചവരില്ലേ, അതിനു വേണ്ടി പ്രയാസപ്പെട്ടവരില്ലേ, അതിനു വേണ്ടി സമയം കണ്ടെത്തിയവരില്ലേ. ഒരു പക്ഷേ നമ്മളെല്ലാവരും വെറുപ്പോടെയോ കണ്ടുകൊണ്ടുണ്ടായിരുന്ന ചില ചെറുപ്പക്കാരുണ്ടായെന്ന് വരാം. അവരും മുത്തു റസൂലുള്ളാഹിന്റെ മദ്ഹിന് വേണ്ടി രാത്രി ഉറക്കമൊഴിച്ചില്ലേ, അവിടത്തേക്ക് സമയം ചെലവഴിച്ചില്ലേ. അള്ളാഹുവിൻ്റെ അടുക്കൽ അതും വലിയ അമലല്ലേ, വലിയ കൂലിയല്ലേ. ആ അമലുകളെ കൊണ്ട് ആ മക്കളെ നീ നന്നാക്കണേ അല്ലാ, നല്ല മക്കളാക്കണേ അല്ലാ, നല്ല അതവുള്ള മക്കളാക്കണേ അല്ലാ, ദീനിൻ്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാ. മയക്കുമരുന്നിൽ നിന്നും അതുപോലെയുള്ള ഡ്രഗ്സുകളിൽ നിന്നും ആ മക്കളെ, എല്ലാ മക്കളെയും നീ കാത്തു രക്ഷിക്കണേ അല്ലാ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പള്ളിയിലേക്ക് വരാനുള്ള മനസ്സ് അവർക്ക് നീ കൊടുക്കണേ റബ്ബേ. അള്ളാഹു നമ്മളെല്ലാവരെയും കബൂൽ ചെയ്യട്ടെ. മുത്തു റസൂലുള്ളാഹിന്റെ പേരിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. അവിടുത്തെ മദ്ഹുകളാണ് ഞങ്ങൾ പറഞ്ഞത്. അവിടത്തേക്ക് വേണ്ടിയാണ് സമയം ചെലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ്
എല്ലാവരും നല്ല മനസ്സോടുകൂടെ അല്പസമയം ഒന്ന് ഇരിക്കണേ. അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ. ബക്കറ്റ് വരികയാണ്. എല്ലാവരും, ഞാൻ നേരത്തെ ദുആ ചെയ്തത് ലോകത്തെമ്പാടുമുള്ള മദനീയം കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്. അവരുടെ വീടുകളിൽ നിന്ന് മൊബൈലുകളിലൂടെയോ മറ്റു സംവിധാനങ്ങളിലൂടെയോ മദനീയത്തിൽ പങ്കെടുത്തവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ദുആ ചെയ്ത് അവരങ്ങ് പറഞ്ഞയച്ചാൽ പിന്നെ നിങ്ങൾക്കുള്ളൊരു ദുആ, നമുക്കുള്ളൊരു ദുആ, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് സമാപനത്തിൽ നടത്തണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ. ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കണം. അള്ളാഹുവിൻ്റെ റസൂലിലൂടെ നമുക്ക് കിട്ടിയ ഈ മഹത്തായ ദീൻ, ആ ദീനിന് ഒരു കളങ്കവും ഒരു മോശത്തരവും എന്നെ കൊണ്ട് വന്നുകൂടാ, നമ്മുടെ കൊണ്ട് വന്നുകൂടാ. ആ ദീനിൻ്റെ ഖിദ്മത്തിലായി, ദീനിനെ പറയിപ്പിക്കുന്ന ഒരാളായി ഞാൻ ഈ ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോ ഞാൻ പെടാൻ പാടില്ല. മുത്ത് റസൂലുള്ള വളരെയധികം കഷ്ടപ്പെട്ട് വളരെയധികം പ്രയാസപ്പെട്ട് നമുക്ക് കൈമാറിയ ദീനല്ലേ. അവിടുന്ന് അധ്വാനിച്ച അധ്വാനങ്ങൾക്ക് കൈകളുണ്ടോ, കണക്കുകളുണ്ടോ? ഖന്തക്കിന്റെ യുദ്ധവേളയിലെ അവിടുന്ന് എല്ലാ സ്വഹാബത്തും ഒരു കല്ല് വെച്ച് കെട്ടിയിട്ട് ശത്രുക്കളോട് യുദ്ധം ചെയ്യുമ്പോ വേദന വന്ന് പറഞ്ഞില്ലേ, യാ റസൂലല്ലാഹ്, വിശപ്പ് കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ അവർ കല്ല് വെച്ച് കെട്ടിയത് കാണിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂല്, സ്വഹാബ, നിങ്ങൾ ഒരു കല്ല് വെച്ചാണ് കെട്ടിയതെങ്കിൽ ഞാൻ 2 കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട് സ്വഹാബ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി അധ്വാനിച്ചില്ലേ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ തങ്ങളെ കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ നീ വിജയിപ്പിക്കണേ അല്ലാ. ബിസ്മില്ലാ. എല്ലാവരും നല്ല സംഖ്യകൾ ഇട്ട് റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് നീ ഹാസുലാക്കി കൊടുക്കണേ അല്ലാ. 1 കോടി രൂപ തരാം. അല്ലെങ്കിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോശമാക്കുന്ന ഒരു വാക്ക് നിന്റെ നാവ് കൊണ്ട് നീ പറഞ്ഞാൽ നിനക്ക് കോടികൾ തരാം, നിനക്ക് ട്രില്യണുകൾ തരാം, ബില്യണുകൾ തരാം, നിനക്ക് മില്യണുകൾ തരാം എന്ന് പറഞ്ഞ് ഒരാൾ മുന്നിലേക്ക് വന്നാൽ ഏറ്റെടുക്കുമോ ചെറുപ്പക്കാരെ? ഏറ്റെടുക്കുമോ പെങ്ങളെ? ഏറ്റെടുക്കുമോ സഹോദരങ്ങളെ? ഏറ്റെടുക്കാൻ മനസ്സ് വരുമോ? ആ ട്രില്യണുകൾക്ക് എന്ത് വില, ആ മില്യണുകൾക്ക് എന്ത് വില, ആ ബ്രില്യണുകൾക്ക് എന്ത് വില, ആ കോടാനുകോടി രൂപകൾക്ക് എന്ത് വില? അവിടെയെല്ലാം നമ്മുടെ വാക്കുകൾ എന്താണ്, നമ്മുടെ വർത്തമാനം എന്താണ്? ട്രില്യണല്ല, ബ്രില്യണല്ല, കോടിയല്ല, കോടാനുകോടി രൂപ എൻ്റെ കയ്യിലേക്ക് വച്ച് തരാമെന്ന് പറഞ്ഞാലും എൻ്റെ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മോശമാക്കുന്ന ഒരു വാക്ക് പോയിട്ട് ആ വാക്ക് പറയുന്ന ചിന്ത പോലും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവൂലടാ എന്ന് പറയുന്ന ഈമാനല്ലേ നമ്മുടെ ഈമാന്. അത് എത്ര ചെറുപ്പക്കാരനായാലും, ഒരു പക്ഷേ ദീനും പള്ളിയുമായും ഒരു പക്ഷേ ദീനിൻ്റെ നിയമ സംവിധാനങ്ങളുമായും ബന്ധമില്ലാത്തവരായിരുന്നാലും ഈമാനിന്റെ ചെറിയ കണിക, ഹബീബായ തങ്ങളോടുള്ള ചെറിയ സ്നേഹം, ചെറിയ ഹുബ്ബ്, ചെറിയ ഒരു അംശം, ആ മഹബ്ബത്തിന്റെ അംശം അത് ഖൽബിലുണ്ടായാൽ ആ വലിയത് ഏറ്റെടുക്കാൻ നമുക്ക് കഴിയൂലല്ലോ. അതാണ് മഹബ്ബത്ത് എന്ന് പറയുന്നത്. മഹബ്ബത്തില്ല എന്ന് ആരും പറഞ്ഞുകൂടാ. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഖൽബുകളിൽ മഹബ്ബത്തുണ്ട്, ഇഷ്കുണ്ട്, പ്രിയമുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്, ഇവിടെ നമ്മൾ സമയം ചെലവഴിക്കുന്നത്. നമ്മൾ ഭക്ഷണം കണ്ട് വന്നവരാണോ? അല്ല.
നമ്മൾ മറ്റു ഭൗതികമായ വല്ലതും കണ്ടു വന്നവരാണോ? അല്ല. എൻ്റെ റസൂലുള്ളാന്റെ ഒരു പരിപാടിയുണ്ട്. അത് വർഷത്തിൽ നമ്മൾ നടത്തുന്നൊരു പരിപാടിയാണ്. അതെൻ്റെ മുത്തു റസൂലുള്ളാന്റെ സദസ്സാണ്. അതെൻ്റെ മുത്തു റസൂലുള്ളാന്റെ വേദിയാണ്. ആ വേദി അല്ലാഹുവിൻ്റെ റസൂലിന് വേണ്ടി മാത്രം ഒരുക്കപ്പെട്ട ഒരു സദസ്സാണ്. ആ സദസ്സിലേക്ക് ഞാൻ പോകണമെന്ന് മനസ്സിൽ കരുതി ഈ സദസ്സിൽ വന്നത് ആ മഹബ്ബത്തിന്റെ ഭാഗമല്ലേ, ആ ഇഷ്കിന്റെ ഭാഗമല്ലേ? ആർക്കാണ് നിഷേധിക്കാൻ കഴിയുക? അല്ലാഹു ആ ഈമാനും ആ മഹബ്ബത്തും അല്ലാഹു നാൾക്ക് നാൾ വർദ്ധിപ്പിച്ചു തരട്ടെ. അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. ധാരാളമായി ആ ഈമാൻ വർദ്ധിച്ചു കഴിഞ്ഞാൽ അയാൾ സ്വർഗത്തിലാണ്. അയാൾ സ്വർഗത്തിലാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനവും ആദരവും ആ മഹബ്ബത്തും എത്രമാത്രം വർദ്ധിക്കുന്നുവോ അതിനനുസരിച്ച് നമുക്ക് സ്വർഗമുണ്ടാകും. ഖിയാമത്ത് നാൾ എന്നാണ് എന്ന് ചോദിച്ച മഹാനായ സ്വഹാബിയോട് അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടിയാണ്, മോനെ, ആ ഖിയാമത്ത് നാൾ എന്നായാലും ആ ഖിയാമത്ത് നാള് വരുമ്പോ അതിനു വേണ്ടി നീ എന്താണ് ഒരുക്കി വച്ചത്? നിന്റെ കയ്യിൽ എന്താണ് ഉള്ളത്? ആ സ്വഹാബത്തിന്റെ മറുപടിയാണ്, നബിയേ, കൂടുതൽ നിസ്കരിച്ചിട്ടില്ല നബിയേ, കൂടുതൽ സ്വതക്ക കൊടുത്തിട്ടില്ല നബിയേ, കൂടുതൽ നോമ്പ് നോച്ചിട്ടില്ല നബിയേ, പക്ഷേ ഇന്നി ഉഹിബ്ബുല്ലാഹ വറസൂലാ, ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നു, ഞാൻ ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നു നബിയേ, ഇഷ്ക് വെക്കുന്നു നബിയേ, പ്രിയം വെക്കുന്നു നബിയേ, അന്ത മഅമൻ അഹ്ബബ്ത. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മോനെ, നീ അങ്ങനെ പ്രിയം വെച്ചത് കൊണ്ട് കാര്യമില്ല, നീ അങ്ങനെ മഹബത്ത് വെച്ചത് കൊണ്ട് കാര്യമില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ല. അവിടുത്തെ നാവ് കൊണ്ട് മൊഴിഞ്ഞ മറുപടി, അന്ത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണ് സ്നേഹിക്കുന്നത്, നീ ആരെയാണ് പ്രിയം വെക്കുന്നത്, നീ ആരെയാണ് ഇഷ്ടം വെക്കുന്നത്, അവരുടെ കൂടെയാണ് നീ നാളെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാൾ എന്നാണ് എന്ന് ചോദിച്ച സ്വഹാബിയോടാണ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഈ മറുപടി. നീ ആരെയാണ് സ്നേഹിച്ചത്, അവരുടെ കൂടെയാണ് നീ നാളെ സ്വർഗത്തിലുണ്ടാവുക. സുബ്ഹാനല്ലാഹ്. അതൊരു സിനിമാ നടിയെയാണോ, സിനിമാ നടനെയാണോ, ഭൗതികമായ ഏതെങ്കിലും ആളുകളെയാണോ, ആരെങ്കിലുമാണോ നമ്മളെ പ്രേമിച്ചതെങ്കിൽ അവര് സ്വർഗത്തിൽ കടക്കുന്നുവെങ്കിൽ നമ്മൾ കടന്നു എന്ന് വരും. പക്ഷേ ഒരിക്കലും സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് പ്രതീക്ഷിക്കുന്ന അങ്ങനെയുള്ള ഫെമിനിസ്റ്റ് വാദികളെ, സിനിമാ നായകന്മാരെ, സിനിമാ നടിമാരെ സ്നേഹിച്ചിട്ട് എന്ത് കിട്ടാനാണ് ഉമ്മത്തെ? നമ്മൾ സ്നേഹിക്കുമെന്ന് സ്നേഹിക്കാനും നമുക്ക് സ്നേഹിക്കപ്പെടാനും ഉറപ്പുമുള്ള ഒരേ ഒരു നേതാവ്, സ്വർഗത്തിന്റെ ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ്, സ്നേഹിച്ചാൽ അല്ലാഹു സ്വർഗം തരുമെന്ന് ഉറപ്പുള്ള ഒരു നേതാവ്, അത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ തങ്ങളെ സ്നേഹിക്കണം. ആ മുത്തുനബിയുടെ ഇഷ്ടങ്ങളാവണം എന്റെയും നിങ്ങളുടെയും ഇഷ്ടങ്ങള്. ആ മുത്തുനബിയുടെ സ്നേഹമാകണം നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം. സയ്യിദുനാ അബൂബക്കറിനെ സിദ്ദീഖ്. അള്ളാഹിന്റെ റസൂലിനെ പറയുകയാണെങ്കിൽ ആ നാമം കടന്നു വരാതെ ഒരാൾക്കും മുത്തു റസൂലുള്ളാഹിന്റെ ചരിത്രങ്ങളെയോ സംഭവ വികാസങ്ങളെയോ പൂർത്തിയാക്കാൻ കഴിയില്ല. അത്രമാത്രം അല്ലാഹുവിൻ്റെ റസൂലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നേതാവാണ് സയ്യിദുനാ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കർ തങ്ങളെ, ഒരൊറ്റ രാത്രി എനിക്ക് നിങ്ങൾ തന്നാൽ എൻ്റെ ജീവിതം മുഴുവനും നിങ്ങൾക്ക് ഞാൻ തരാം. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, എല്ലാം, എൻ്റെ ജീവിതം മുഴുവനും, എൻ്റെ നിസ്കാരം, എൻ്റെ നോമ്പ്,
എൻ്റെ സ്വതക്ക, എൻ്റെ ഇബാദത്തുകള്, എൻ്റെ നന്മകള്, എൻ്റെ യുദ്ധത്തിൽ പങ്കെടുത്തത്, എൻ്റെ സർവ്വതും ഞാൻ ചെയ്ത ഏതൊക്കെ നന്മകളുണ്ടോ ആ നന്മകൾ മുഴുവനും അബൂബക്കർ തങ്ങളെ നിങ്ങൾക്ക് ഞാൻ തരാം. പക്ഷേ നിങ്ങൾ പകരമായി തരേണ്ടത് ഒറ്റ ഒരു രാത്രിയാണ്. സുബ്ഹാനല്ലാഹ്. ഓ പെരിയടുക്കയിലെ, ഓ മഹത്തായ നൂറേ മദീന മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ മുത്തുമുമിനീങ്ങളെ, മുത്തുമുമിനാത്തുകളെ, എല്ലാവരും ഒന്ന് കൽബിൽ വെച്ച് കൈവച്ച് കൊണ്ടൊന്ന് ചിന്തിക്കേ. ആ രാത്രി ഏത് രാത്രിയാണ്? ആ രാത്രി നീണ്ട നിസ്കരിച്ച രാവാണോ? അല്ല. ആ രാവ് നീണ്ട നേരം ഖുർആൻ ഓതിയ രാവാണോ? അല്ല. ആ രാവ് നീണ്ട നേരം ദിക്ർ ചൊല്ലിയ രാവാണോ? അല്ല. ആ രാവ് അള്ളാഹുവിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച രാവാണോ? അല്ല. ആ രാവ് ഏത് രാവാണ്? മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ആ രാവ് അള്ളാഹുവിൻ്റെ റസൂലുമായി ഒരു അള്ളാഹുവിൻ്റെ അനുയായിയായ ഒരാൾക്ക് ഏറ്റവും അടുത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടായോ? ഇഷ്കിൻ്റെ, മഹബത്തിൻ്റെ, പ്രിയത്തിൻ്റെ, സ്നേഹത്തിൻ്റെ രാവാണ്. ആ രാവാണ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ തങ്ങൾ ചോദിച്ചത്. ഏതാണ് ആ രാവെന്നല്ലേ? പരിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന ഒരു രാവുണ്ടായില്ലേ? ആ രാവിന്റെ വേളയിൽ അതേ പരിശുദ്ധമായ മക്കയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് അല്പമങ്ങ് യാത്ര ചെയ്തപ്പോ മഹത്തായ ഗാറു സൗറിന്റെ മുകളിലേക്ക് കയറിയ യാത്രയില്ലേ? അബൂബക്കർ തങ്ങൾ മുത്തു റസൂലുള്ളാഹിന്റെ വലതു ഭാഗത്ത് നിൽക്കുകയാണ്, ഇടതു ഭാഗത്തേക്ക് വന്ന് നിൽക്കുകയാണ്, മുന്നിൽ വന്ന് നിൽക്കുകയാണ്, പിന്നിൽ വന്ന് നിൽക്കുകയാണ്. ചോദിച്ചു, അബൂബക്കർ തങ്ങളെ, നിങ്ങൾ എന്താണ് അബൂബക്കർ തങ്ങളെ കാണിക്കുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, യാ റസൂലല്ലാഹ്, വലതു ഭാഗത്ത് നിൽക്കുമ്പോൾ എനിക്ക് തോന്നും ശത്രുക്കൾ അതേ മുൻപിലൂടെയാണോ വരുന്നത്. മുൻപിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നും വലതു ഭാഗത്തു കൂടെയാണോ വരുന്നത്. വലതു ഭാഗത്ത് നിൽക്കുമ്പോൾ എനിക്ക് തോന്നും യാ റസൂലല്ലാഹ്, ഇടതു ഭാഗത്ത് കൂടെയാണോ വരുന്നത്. അതുകൊണ്ട് എൻ്റെ റസൂലുള്ളാഹിന്റെ ശരീരത്തിന് ഒരു രോമത്തിന് പോലും ഒരു പോറലേറ്റ് കൂടെ നബിയേ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മാറി മാറി നിൽക്കുന്നത്. യാത്ര ഇങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. മാർദ്രമേറിയ ലോലമായ ആ പവിത്രമായ കാലിൽ ചെറിയൊരു കല്ല് തട്ടുകയാണ്. ആ മുത്തു റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ നിന്ന് രക്തമൊന്ന് പുറത്തേക്ക് വന്നപ്പോ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെ കാത്തു നിന്നില്ല. തൻ്റെ ചുമലിലേക്ക് മുത്തു റസൂലുള്ളാഹിനെ എടുത്തു വെക്കുകയാണ്. ആ മലയുടെ മുകളിൽ ഒരാൾക്ക് സ്വന്തമായി നടന്നു പോകാൻ കഴിയാത്ത മലയുടെ മുകളിലേക്ക് അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തു റസൂലുള്ളാഹിന്റെ തൻ്റെ ചുമലിൽ എടുത്തു വെച്ചുകൊണ്ട് മലയുടെ മുകളിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ എത്തിയിട്ട് ഹബീബായ തങ്ങൾക്ക് ഉറങ്ങാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. തൻ്റെ ശരീരത്തിലുള്ള വസ്ത്രം അങ്ങ് കീറുകയാണ്. ഓരോ ദ്വാരങ്ങളിലേക്കും വെച്ച് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഓരോ ദ്വാരങ്ങളും വെച്ച് കഴിഞ്ഞപ്പോൾ അവസാനം ഒരു ദ്വാരം മാത്രം അടക്കാൻ കയ്യിൽ കടതേ തുണിക്കഷ്ണമില്ല. തൻ്റെ കാലിൻ്റെ ചൂണ്ടുവിരലെടുത്തുകൊണ്ട് ആ ഗുഹായുടെ ആ ദ്വാരം അടച്ചു പിടിക്കുകയാണ്. ഹബീബായ തങ്ങളെ കാണാൻ വേണ്ടി നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടം മുതലേ കാണാൻ കൊതിച്ചു നിൽക്കുന്ന ഒരു പാമ്പുണ്ടായിരുന്നു ആ മാളത്തിൻ്റെ ഉള്ളിലെ. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പലിലുണ്ടായ പാമ്പാണ്. ആ പാമ്പിനോട് നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇവിടെ ഒരു പ്രവാചകൻ വരാനുണ്ട്, അന്ത്യപ്രവാചകനാണ്. ആ പ്രവാചകനെ കാണാൻ വേണ്ടി അന്ന് കപ്പലിൽ നിന്ന് ഇറങ്ങിയ പാമ്പാണത്രേ ആ പാമ്പ്. സുബ്ഹാനല്ലാഹ്.
മുത്തു റസൂലുള്ളാഹിനെ കാണാനുള്ള അവസരം ആ പാമ്പിന്റെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുന്നു. പക്ഷേ തടസ്സം അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലാണ്. ഏത് സമയവും അല്പമൊന്ന് തട്ടി നോക്കി, പക്ഷേ കാലെടുക്കുന്നത് കാണുന്നില്ല. ഇനി രക്ഷ ഒന്ന് മാത്രമേയുള്ളൂ. കാലെടുക്കണമെങ്കിലേ, എൻ്റെ റസൂലുള്ളാഹിന്റെ മുഖത്തേക്കൊന്ന് നോക്കണമെങ്കിലേ, ഒന്ന് കൊത്തുകയല്ലാതെ വേദനിപ്പിക്കുകയല്ലാതെ രക്ഷയില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണത്ര അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിലേക്ക് പാമ്പൊന്ന് കൊത്തിയത്. സുബ്ഹാനല്ലാഹ്. സമയത്തും അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലുകൾ മെല്ലെയൊന്ന് മാറ്റി നോക്കിയെങ്കിലും അവിടുത്തെ ശരീരം അനങ്ങിയില്ല. എൻ്റെ റസൂലുള്ളാഹി തങ്ങളുടെ ഉറക്കമുണർന്നാലോ, ശരീരത്തിലേക്ക് പാമ്പ് കടിച്ചതിൻ്റെ വിഷം കയറി വന്ന് ശരീരമാകെ പച്ചയുടെ നിറമായി, രൂപമാറി കോലം മാറി. സുബ്ഹാനല്ലാഹ്. കണ്ണിലൂടെ കണ്ണുനീരുകൾ വരാൻ തുടങ്ങി. അപ്പോഴും ചിന്തിച്ചു, എൻ്റെ റസൂലുള്ളാഹ്, ആ മുത്തു റസൂലുള്ളാഹി തങ്ങൾക്കൊന്നും സംഭവിച്ചുകൂടാ. പക്ഷേ ഉറക്കിൽ നിന്ന് ഉറക്കമുണർന്ന അള്ളാഹുവിൻ്റെ റസൂല് കാണുന്നത് ശരീരത്തിൻ്റെ കോലമെല്ലാം മാറിയിട്ട് പച്ച നിറമായി കിടക്കുന്ന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളെയാണ്. അവിടുത്തെ തുമുനീര് കൊണ്ട് ആ പാമ്പ് കടിച്ച സ്ഥലത്തേക്കൊന്ന് വെച്ചു കൊടുത്തപ്പോ സുബ്ഹാനല്ലാഹ്, ആ പാമ്പിന്റെ വിഷം മുഴുവനും ഇറങ്ങി അങ്ങ് പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈ രാത്രി വല്ലാത്തൊരു രാത്രിയല്ലേ? ഈ രാത്രി മഹബ്ബത്തിന്റെ രാവല്ലേ? ഈ രാത്രി ഇഷ്കിന്റെ രാവല്ലേ? അങ്ങനെ ഒരു അവസരം ഏത് സ്വഹാബിക്കാണ് കിട്ടിയത്? അതുകൊണ്ടാണ് അബൂബക്കർ തങ്ങളോട് ഉമർ തങ്ങൾ ചോദിച്ചു, അബൂബക്കർ തങ്ങളെ, നിങ്ങൾ എനിക്ക് ആ രാത്രി തന്നാൽ എൻ്റെ ജീവിതത്തിലെ മുഴുവൻ അമലുകളും നിങ്ങൾക്ക് ഞാൻ പകരമായി തരാം. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മാഷാ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അതുകൊണ്ട് ആ ഇഷ്കും ആ മഹബ്ബത്തും എത്രമാത്രം വർദ്ധിക്കുന്നുവോ അതുകൊണ്ടാണ് അള്ളാഹിന്റെ റസൂല് പറഞ്ഞത്, ലോകത്തെ എല്ലാ മുഅ്മിനീങ്ങളുടെയും ഈമാൻ എടുത്തിട്ട് ഒരു തുലാസിൽ വെക്കുക. അതിലെല്ലാ സ്വഹാബത്തും ഉണ്ട്. അമ്പിയാക്കളല്ലാത്ത എല്ലാ സ്വഹാബത്തും, എല്ലാ ഔലിയാക്കളും, എല്ലാ സ്വാലിഹീങ്ങളും, എല്ലാ മഹാന്മാരും, എല്ലാവരുടെ ഈമാനും ഒരു തുലാസിൽ ഒരു ഭാഗത്ത് വെക്കുക. സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാന് മറുതലക്കൽ വെക്കുക. എന്നാൽ തൂക്കം കൂടുതൽ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിനാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എന്തുകൊണ്ടുണ്ടായതാണ്? ഇഷ്കാണ്, മഹബ്ബത്താണ്. ആ ഹബീബായ തങ്ങള് ഒരുപാട് വേദനകളും യാതനകളും എല്ലാം സഹിച്ച് അവിടുന്ന് നമുക്ക് കൈമാറിയ ദീൻ, ആ ദീനിനെ നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് ഒരാളും ദീനിനെ കുറ്റം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അത് കല്യാണത്തിൻ്റെ പേരിലായാലും, അത് സൽക്കാരത്തിൻ്റെ പേരിലായാലും, അത് ഏത് ആഘോഷങ്ങളുടെ പേരിലായാലും, ഏത് നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ പേരിലായാലും എൻ്റെ റസൂലുള്ളാഹിന്റെ ദീനിനെ ഞാൻ കാരണം ഒരാളും കുറ്റം പറയാൻ പാടില്ല. അഊദു ബില്ലാഹ്. എന്തൊക്കെയാണ് നടക്കുന്നതല്ലേ? നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതല്ലേ? ഒരു ചെറുപ്പക്കാരനോ ഒരു ചെറുപ്പക്കാരിയോ നാണമില്ലാതെയായി മാറിയാൽ എന്താണ് ചെയ്യുക? നാണം പൂർണ്ണമായി എടുത്തു മാറ്റപ്പെട്ട ഒരു കാലഘട്ടം. അഊദു ബില്ലാഹ്. നാണം എന്ന് പറയുന്നതില്ല. ആ നാണം പൂർണ്ണമായി എടുത്തു കളഞ്ഞു. അള്ളാഹുവിന്റെ റസൂല് ഏറ്റവും വലിയ നാണമുള്ള നേതാവായിരുന്നു. പക്ഷേ നമുക്ക് നാണം നഷ്ടപ്പെട്ടു പോയി. കാലങ്ങൾ കഴിയുന്തോറും ആ നാണം പൂർണ്ണമായി എടുത്തു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന വല്ലാത്ത വേദനാജനകമായ ഒരു അവസ്ഥയിലൂടെയാണ് ഈ ഉമ്മത്തിലെ മെമ്പർമാര് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കത് തിരിച്ചു വിളിക്കണം.
ഈ റബീഉൽ അവ്വലുകൾ അതിനു വേണ്ടി കാരണമാകണം. അതുകൊണ്ട് നല്ല നാണമുള്ളവരാവണേ പെങ്ങളെ, സഹോദരി. എനിക്കിന്നൊരാളൊരു വീഡിയോ അയച്ചു തന്നു. വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു അമ്മ, ഒരു അമുസ്ലിമായൊരു അമ്മ, ആ അമ്മയുടെ മുന്നിലേക്ക് പോലീസുകാരനായ മകൻ വേഷമൊക്കെ മാറി ഒരു ഓണത്തിന്റെ പ്രത്യേക എന്താണ് അയാളെ പറയാ, മാവേലി. മാവേലിന്റെ കോലത്തിൽ ഇയാൾ വേഷം മാറി, പോലീസുകാരനാണ്. അപ്പൊ അമ്മന്റെ മുന്നിലേക്ക് ഇങ്ങനെ വരികയാണ്, വേഷമൊക്കെ മാറിയിട്ട്. അപ്പൊ അമ്മനെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പൊ അമ്മ ഇങ്ങനെ മാറുകയാണ്. ആരാന്നറിയില്ലല്ലോ, ഇത് മകനാണോ ഇത് ആരാന്ന് അറിയില്ല. എന്നാലും മാവേലി ആയതുകൊണ്ട് അമ്മ അവിടെ നിന്ന് കൊടുക്കുകയാണ്. അപ്പൊ ഈ അമ്മ ഇങ്ങനെ, അപ്പോഴാണ് ആരോ ക്യാമറയുമായിട്ട് വരുന്നുണ്ട് എന്ന് ഈ അമ്മക്ക് അറിയണത്. അപ്പൊ ഈ അമുസ്ലിമായി അമ്മ എന്താ ചെയ്യുന്നറിയോ, ആ അമ്മയുടെ അടുത്തൊരു ഷാളുണ്ട്, ആ ഷാൾ എടുത്തിട്ട് അമ്മയുടെ ശരീരം മുഴുവനും ആ ഷാൾ കൊണ്ടിങ്ങനെ മറക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ മകൻ ഇങ്ങനെ അടുത്ത് നിന്ന് കുറെ സമയം മകൻ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോ മകന്റെ കയ്യിലൊരു മോതിരണ്ട്. അപ്പൊ മോതിരത്തിലേക്ക് ഈ അമ്മ ഇങ്ങനെ നോക്കിയപ്പോ അമ്മക്ക് മനസ്സിലായി ഇതെന്റെ മോനാണ്. അപ്പൊ പിന്നെ കെട്ടിപ്പിടിക്കലൊക്കെ ആയി. അപ്പൊ ഈ സമയത്ത് ഞാനിങ്ങനെ ശ്രദ്ധിച്ച ഒരു കാര്യം, മൊബൈലിൽ ആളുകൾ, ക്യാമറയിൽ ആളുകൾ എന്നെ പിടിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോ ആ വയസ്സായ അമ്മ ആ അമ്മയുടെ ഷാൾ എടുത്തിട്ട് ആ അമ്മയുടെ മാറും ശരീരമൊക്കെ മറക്കുകയാണ്. ഓൾറെഡി അവരൊരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, ആ ഡ്രസ്സിന്റെ മുകളിലേക്ക് ഈ ഷാൾ എടുത്തിട്ട് ആ അമ്മ ഇങ്ങനെ ശരീരം മറക്കുകയാണ്. അതൊരു പ്രത്യേകമായൊരു നാണമല്ലേ? ആ നാണം പോലും നമുക്ക് പലർക്കും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഈ ഉമ്മത്തിലെ യുവത്വം മാറിക്കൊണ്ടിരിക്കുകയാണ്. അഊദു ബില്ലാഹ്. വലിയ ദുഃഖകരമായ വേദനയല്ലേ, വേദനാജനകമായ സാഹചര്യമല്ലേ? തലയിൽ തട്ടമിടാൻ മനസ്സില്ല, മാറ് മറക്കാൻ മനസ്സില്ല. അതൊക്കെ ഫാഷനാണ് പോലും, അതൊക്കെ ആധുനികതയിൽ അതിനൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല പോലും. അതൊക്കെ ആരാണ് ചോദ്യം ചെയ്യുന്നത്? എനിക്ക് എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ നടക്കുമെന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു കാലഘട്ടമല്ലേ? ഏതൊക്കെയോ ആഘോഷങ്ങളുടെ ഭാഗമായി, ആ ആഘോഷത്തിൻ്റെ ഭാഗമായുള്ള വസ്ത്രവിധാനങ്ങൾ ധരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ മരിക്കാൻ വേണ്ടി പോകുമ്പോൾ അലിയാര് തങ്ങളോട് പറഞ്ഞു, അലിയാര് തങ്ങളെ, ഞാൻ മരിച്ചാൽ എൻ്റെ ജനാസ രാത്രിയിൽ നിങ്ങൾ മറവ് ചെയ്യണേ. എന്തേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്, എൻ്റെ ശരീരത്തിൻ്റെ ആകൃതി എന്നെ കൊണ്ടുപോകുമ്പോ ആരെങ്കിലും കണ്ടുപോയാലോ, ഖബറിലേക്ക് എടുത്തു വച്ച് എൻ്റെ കവിൾ തടത്തിൽ ഒരു പിടി മണ്ണ് വെക്കുന്ന സമയത്ത് എൻ്റെ തലയിലുള്ള മുടിയൊന്ന് പുറത്ത് കാണാതിരിക്കാൻ ശ്രദ്ധിക്കണേ അലിയാര് തങ്ങളെ. സയ്യിദുനാ സയ്യിദാ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ, ആ ഫാത്തിമ ബീവി കിടക്കുന്ന സ്വർഗത്തിലല്ലയോ? പെങ്ങളെ, ഉമ്മമാരെ, സഹോദരിമാരെ, നമുക്കും പോകേണ്ടത്. അതുകൊണ്ട് നല്ല അതവുള്ളവരാകണേ, നല്ല ശ്രദ്ധയുള്ളവരാകണേ. ചെറുപ്പക്കാരെ, പരിശുദ്ധമായ ദീനിനെ പറയിപ്പിക്കരുതേ, ദീനിനെ കളങ്കപ്പെടുത്തരുതേ, ദീനിനെ മോശമാക്കരുതേ. നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തരങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിലെ ആളുകൾ എന്തേ ഇങ്ങനെ ദീനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് ദീനിനെ പറയിപ്പിക്കലാണ്. ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൂടാ. അള്ളാഹു നല്ല നിലക്ക് ജീവിച്ച് ഈമാനോടുകൂടെ ജീവിച്ച് മുത്തു റസൂലുള്ളാന്റെ ഉമ്മത്തിലായി ജീവിച്ച് ഈമാനോടെ ഖൽബ് ലംഘി മരിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ അല്ലാഹ് ഞങ്ങളെ പെടുത്തണേ റബ്ബേ, ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്.
ഞങ്ങളെ പെടുത്തണേ റബ്ബേ. ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാ. ഞങ്ങളെ അവസാന സമയം നീ നന്നാക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ. ഇനി ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇൻഷാ അല്ലാ നമ്മൾ സമാപനത്തിലേക്ക് കടക്കുകയാണ്. ഈ നാട്ടിലെ പള്ളിയും മദ്രസയും അൽഹംദുലില്ലാ ധാരാളം ആളുകളുടെ